അപ്പോൾ ഞാനും ഡാഡും മാത്രമേ ഉള്ളൂ. അരുൺ വന്നില്ല, അവന് കുറച്ച് പണിയുള്ള കാരണം വന്നില്ല. ഞങ്ങൾ മഹാബലേശ്വരിലേക്ക് പോവാണ്. ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ റിനീസ് വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മഹാബലേശ്വറിൽ പോകുന്ന വഴി ഒരു ചായ കുടിച്ചിട്ട് പോകാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ വടാപ്പാവ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വടയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വടാപ്പാവ് ബജ്ജി ഗരം है क्या? चाय अच्छा बनाओ. शक्कर मीडियम രണ്ട് വടാപ്പാവ് എത്തിയിട്ടുണ്ട്. പാവ്, വട, ചമ്മന്തി. चाय कुടിച്ചോ? ആ ചായ കുടിച്ചു. മഹഡ് रायगड फोर्ट यंदावडे നമ്മൾ മല കയറി തുടങ്ങാറായി. ഞങ്ങൾ മല കയറി തുടങ്ങി. വളവ് തിരിവ് ഡാഡ് ഡ്രൈവ് ചെയ്യാണ്. ഡാഡി ഞാൻ ഓടിക്കണ വേണ്ട ഇല്ല, വെറുതെ ഇങ്ങനെ സ്റ്റിയറിംഗ് പിന്നെ മല ഉണ്ടോ? ഇപ്പം നമ്മൾ പോണത് ഡിസംബർ എത്രാം തീയതി? 11. അപ്പോൾ ഇപ്പം അധികം തിരക്കുണ്ടാവില്ലേ. ഇനി ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ടൈം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. വലിയ തണുപ്പൊന്നുമില്ല. ഇപ്പോൾ സ്വെറ്ററൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒന്നും ഇടേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നിക്കുന്നു. ചേട്ടായിയും ചേച്ചിയും വീട്ടിലങ്ങനെ തന്നെ. ഇങ്ങനെ ഞങ്ങൾ മല കയറി പോകുകയാണ്. പാട്ട് പാടിയാട് വളച്ച് മലയുടെ ഒരു ഭംഗി നോക്കാം. ഇതിൻ്റെ മുകളിലെത്തണം. ആ
ഉണ്ടോ അവിടെ കിട്ടുമോ? ഇപ്പം ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ചായ ചായ കടയിൽ വന്നിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. ഹോട്ടൽ സമൃദ്ധി ചാ കാഫി കാന്താ ബജ്ജി ആലു പറാട്ട. അതേ ഒരു മോശി पेरू कैसे? पेरू 40 रुपये। 40 रुपये एक ला? बाप रे। और ये एक वाटा चना 20 रुपया. ഇപ്പോൾ ഡാഡ ഇങ്ങനെ അവിടെ നിന്ന് ആ ഭാഗത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഡാഡി ഡോറ് വെച്ചിട്ടില്ലേ. ഇപ്പോൾ ഈ ഹോട്ടൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊക്കെ ഇങ്ങനത്തെ തട്ടുകടകളിലൊക്കെ വരുള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ പുറകിൽ ഭയങ്കര താഴ്ച. എൻ്റെ ദൈവമേ, മല. ഒരു പേരയ്ക്ക് 40 രൂപയെ. ഇതെന്തത് കൊല്ലാണ് മനുഷ്യ. ദേ ഇവിടെ ഒരു സുഹൃത്ത് ഇരിക്കുന്നുണ്ട് എൻ്റെ. നാവ്ക്കായ് समृद्धि तुम्हारा क्या हुआ? कट्टी शाला नहीं? हाँ हाँ, ये देखो. कोंबड़ी. ये क्या है? समृद्धि तुम्हारा नाम है? हंसो, हंस. सुंदर दिखती है, शान दिखती है. देखो എന്തോരെ 2-3 കോഴീനെ പിടിച്ച് കൊണ്ടുപോയിരുന്നു. ഇവിടെ അവളുടെ അമ്മ ചായ ഉണ്ടാക്കുകയാണ്. ഇവിടെ അമ്മാമ്മ പേരയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ വാങ്ങില്ല. 40 രൂപ. ഇതെന്തത്? ഞങ്ങൾക്ക് ഈ മലയുടെ മുകളിലേക്ക് വരയ്ക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും മല കയറാണ്. ഡാഡും പാട്ട് പാടുന്നുണ്ട്. ഇതുള്ളൂ ഇവിടെ കാണാൻ ഈ മല. ഇതേത് പാട്ടാന്ന് പറയൂ? തുടങ്ങണേക്കാളും മുന്നേ പറ. തോറ്റു. അതന്നെയാ സെയിം പാട്ടാ? ഏതല്ല, എനിക്കും കിട്ടണില്ല. हो गया परदेसी कोई नहीं. നമ്മളെ പേടിപ്പിക്കണം. അത് പതുക്കെ താഴേക്ക് നോക്കാൻ പേടിയാട്ടാ.
ഉണങ്ങിയ പുല്ലുകൾ, നോ പച്ചപ്പ്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 6 കിലോമീറ്റർ കൂടിയുള്ളൂ. താഴെ നോക്കിയാൽ പേടിയാവും. മലയുടെ മുകളിലെത്തി. ഇവിടെ ഇപ്പോൾ എത്ര ഡിഗ്രി? ഇപ്പോൾ 26. മുകളിലെത്തുമ്പോൾ അതൊരു 20 ഒക്കെ ആവും. ആവില്ല, രാത്രിയാകുമ്പോൾ കുറച്ച്. ഇവിടെ സൺലൈറ്റൊന്നും കിട്ടില്ല, ഇവിടെ ഇരുട്ടാകെ. ഗിരീഷ് സാറിൻ്റെ പാട്ട് കേട്ടിട്ട് ഞങ്ങളിങ്ങനെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആട് ആട്. നിങ്ങൾക്ക് ഇങ്ങനെ പാട്ട് കേട്ട് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഹിന്ദി പാട്ടുകളാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് എത്തി. ഡാഡ അവിടെ കൗണ്ടറിൽ നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ ഹോട്ടല്. അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ കാണിച്ചു തരാം. ഇനി ഒന്ന് ഫ്രഷൊക്കെ ആവണം. അത് കഴിഞ്ഞിട്ട് ഓരോ മലകൾ കാണാൻ പോകാം. ഒരു ചേച്ചി ഇവിടെ വന്ന് കുരയ്ക്കുന്നുണ്ട്. ഞാനൊക്കെ പോയി പരിചയപ്പെടണം. ഒരു അപ്പം വടിയും കുത്തി പിടിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ റൂമിലെത്തിയിട്ടോ. അപ്പോൾ ചെറിയൊരു ബാൽക്കണി. ഇവിടെ നോക്കിയാൽ ഇങ്ങനെയൊക്കെ കാണാം. ചെറിയ ബാൽക്കണി. പക്ഷെ അവർ പറയണത് എന്താ വെച്ചാൽ ഈ ജനലകളൊക്കെ ഇങ്ങനെ അടച്ചിടണം, അല്ലെങ്കിൽ മങ്കികൾ വരും. ഹായ്. പിന്നെ ഒരു കിടക്ക, 2 തലയണ, 2 കുപ്പി വെള്ളം ഫ്രീ തന്നിട്ടുണ്ട്. 2 ടർക്കി തന്നിട്ടുണ്ട്. സോപ്പ് ഞാൻ സോപ്പ് കൊണ്ടുവന്നില്ല, മറന്നുപോയി. അങ്ങനെയൊക്കെ ഉണ്ട്. ബാത്റൂം എങ്ങനെ ഉണ്ടെന്നോട്ടെ, വൃത്തി ഉണ്ടാകും. ബാത്റൂമൊക്കെ ചൂടുവെള്ളം വരുന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിന് മാത്രമേ അറിയാം. ശരി, എന്നാൽ നമ്മൾ വിശ്രമിക്കട്ടെ. ഊണ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിരിക്കുക. എക്സ്ക്യൂസ് മീ. नहीं तो तेरे को फोन करने को बोला था ना उसने। हाँ तो आप किसी ने बात किया है ना, पेट्रोल पंप സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോണതിന് ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ബുഫയാണ്. എന്താണ് ഇത്? ദാല്. പിന്നെ ഇതെന്താ? ചീര. ഇത് വെജാണോ? ഫുള്ള് വെജാ? ഇത് ദാല.
ഇത് റൈസ് ചപ്പാത്തി ആകെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുട്ട് നെഫ്രൈസ് ചീട വെച്ചിട്ടുണ്ട്. എന്താ ചൂടുവെള്ളം. അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ. ഇത് എടുത്തിരിക്കണേ. ഇത് ഒരു കുക്കുവട പോലത്തെ എന്തോ. ഇത് പനീർ, വേണ്ടി അത് വട്ടാണയുടെ കറി. റൈസ് എടുത്തിരിക്കണം കേട്ടോ. കഴിച്ചോളട്ടെ. കുഴപ്പമില്ല, റൈസ് നല്ല ടേസ്റ്റിൻ്റെ. വേണ്ടി നോക്കട്ടെ കേട്ടോ. രസമുണ്ട് വേണ്ടി. ഇനി കുറച്ച് പനീർ പനീറും നല്ല. പനീർ കിട്ടില്ല ഡാഡി. പനീർ നല്ല ടേസ്റ്റിൻ്റെ. ഇത് ഞാൻ കഴിക്കട്ടെ. हाँ रेहान तारे ज़मीन पर आमिर खान के साथ एक लड़का किया ना, वैसे तारे ज़मीन पर देखा है? नहीं देखा है? हाँ उसके जैसा है. नाम क्या है? रेहान. ഒരു പോയിന്റിലും ഒരു കുന്തമില്ല. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് പോയി പിന്നെ ആൾ ചായ കുടിക്കാൻ പോയിരിക്കാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട. അപ്പോൾ ഞങ്ങൾ ഒരു സ്ട്രോബെറിയുടെ ഒരു ബോക്സ് വാങ്ങിച്ചു. ഇതിന് 100 രൂപ. വലിയ മധുരമൊന്നുമില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഇങ്ങനത്തെ കളറിൽ ഇത് മധുരം ഉണ്ടാവില്ല. ഇത് കണ്ടോ, നല്ല ഡാർക്ക് റെഡ് ഉള്ളത് മധുരം ഉണ്ടാവും. ആകെ പുളിയാണ്. ആകെ പൊടി ഇലകളിലൊക്കെ നോക്ക്. ഇത് ഭംഗിയുള്ളതെന്ന് പറയണം. ഒന്നും ഇവിടെ കാണാനൊന്നുമില്ല. അപ്പോൾ ഈവനിങ് ആയി. സമയം എത്രയായിട്ട്? അപ്പോൾ വെറുതെ ഇങ്ങനെ കാട്ടിക്കൂടെ നടക്കുകയാണ്. ഇതൊരു കയറ്റമാണ്. ഇവിടെ ഫുള്ള് കാട്. ഇങ്ങനെ കാട് ഞാൻ ചുറ്റി കാണിച്ചു തരാം. കണ്ടോ, റോട്ടിലൊന്നും ഒരു മനുഷ്യനില്ല. തണുപ്പുണ്ട്. അങ്ങനെ കാട്ടിക്കൂടെ ഇങ്ങനെ നടക്കുക. അല്ലാതെ ഇവിടെ ഒന്നും കാണാനൊന്നും വലുതായിട്ടില്ല. റോട്ടിൽ ഒരു മനുഷ്യ കുഞ്ഞില്ല. അകലെന്ന് എന്തോ മൈക്കിന്ന് അപ്പല മാണസ് എന്നൊക്കെ പറഞ്ഞ് മറാഠിയിൽ പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് കുറച്ച് ഹെവി വെജാ കഴിച്ചേ. പക്ഷെ കുറച്ച് ഭയങ്കര വയറ് നിറഞ്ഞു. ആരോ അറ്റത്തുനിന്ന് ആരോ വരുന്നുണ്ട്. അവരിതുപോലെ നടക്കാൻ ഇറങ്ങിയതാവും. വേണ്ട,
ചീവീടുകളുടെ ശബ്ദം മാത്രം. അങ്ങനെ ചായ കുടിക്കാനൊരു തട്ടുകടയിൽ വന്നിരിക്കുകയാണ്. ചേച്ചി ചായ ഉണ്ടാക്കണേ. എനിക്ക് ബ്ലാക്ക് ടീ, ഡാഡിന് ദൂത്ത്. ഇതുണ്ട്, നല്ല ബൾബൊക്കെ ഇട്ട് മിന്നിച്ച് രാത്രിയിൽ ഹോട്ടൽ കുറച്ച് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. രാത്രി ഭംഗിയിലൂടെ ഈവനിങ്ങിൽ വന്ന് അതേ കടയിൽ വന്നിരിക്കണം കേട്ടോ. ചെറിയ തട്ടുകടയാണ്. ചിക്കൻ ചില്ലി പറഞ്ഞിട്ടുണ്ട്, സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ വിശപ്പൊന്നുമില്ല കേട്ടോ. പിള്ളേരൊക്കെ അപ്പനെയും അമ്മേനും സഹായിക്കാൻ വന്ന് നിൽക്കുക. तुम स्कूल जाती है बेटी? कौन सा? 10th में? ചിക്കൻ്റെ മണടിച്ചപ്പോൾ പൂച്ച വന്നിരിക്കുക. എന്ത് എന്തത്? ഇതെൻ്റെ ബാഗാണ്. പോയിക്കോ പോയിക്കോ, അടി കിട്ടും നിനക്ക്. ചിക്കനൊക്കെ അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആകെ മേറാണ് അപ്പനും മക്കളും, 2 പെൺകുട്ടികളും. ചിക്കൻ, സിംല മിർച്ചി, ചിക്കൻ കാന്ത, ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആകെ മേളം. എന്ത് എല്ലാ സംഘപരിവാറുകളും എത്തിയിട്ടുണ്ട്. എന്തത്? ഇവളുടെ ഒരു ഇരിപ്പ് നോക്ക്. എന്താ എത്തി നോക്കുള്ളൂ എൻ്റെ ബാഗ് മലക്കി. ഇപ്പോൾ സൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് സൂപ്പ് കഴിക്കട്ടെ. അപ്പോൾ ചിക്കൻ ചില്ലി എത്തിയിട്ടുണ്ട്. ഇത് സൂപ്പിലിട്ട ചിക്കൻ ചില്ലിയായിട്ട് പ്ലേറ്റിൽ വന്നു. രാത്രിയായപ്പോൾ ഇങ്ങനെ തെരുവോരത്തോടുകൂടി നടക്കുകയാണ്. ഇങ്ങനെ ഒന്നും വാങ്ങിക്കാതെ കപ്പലണ്ടി മിഠായിയൊക്കെ നോക്കി നടക്കുക. ചെരുപ്പുകൾ തൂക്കിയിട്ടാണ്. പിന്നെ ആളുകളൊക്കെ വെറുതെ അധികം ഷോപ്പിംഗ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. മഹാബലി ചിക്കി, ഫഡ്സ്. ആഹാ എന്തത്? ആഹാ നമ്മുടെ ആള് നടന്ന് ആ അറ്റത്തെത്തി. രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. നല്ല തണുപ്പായിരുന്നു. രാത്രി ഒരു 12 ഡിഗ്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ തന്നെ ഒരു ഔട്ട്ലെറ്റിൽ ഭക്ഷണം മോർണിംഗിലത്തെ ഫ്രീ ആണ്. അപ്പോൾ അത് കഴിക്കാൻ വന്നിരിക്കുക. ആരുമില്ല. ഒരു ചെറുക്ക അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. എവിടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞേ.
അടുക്കളയിലേക്ക് ഞാൻ നേരെ പ്രവേശിക്കുകയാണ്. कौन सा परोठा बना रहे हैं? गोभी? नहीं, आलू पराठा। आलू परोठा अच्छा लगता है. आप महाराष्ट्रियन हैं? नहीं नहीं, मैं वहाँ से हूँ। किधर से? उत्तर प्रदेश। उत्तर? आगरा से हूँ। किधर से? आगरा आगरा। आगरा. ओके. तो आप किधर रहता है? इधर पास में रहता है? नहीं, रूम दिया है नीचे। रूम दिया है? अच्छा. तो आलू पराठा हमारे लिए बना रहा है. आनंद पिरामल लेता है। अच्छा अच्छा उसका इधर मतलब ये प्लॉट वगैरह कितना बहुत महंगा है ये जमीन. दे ही नको कुछ चाय पीने का ना दे लो. അപ്പോൾ പൊറോട്ടയാണ്, നല്ല ചൂട് പൊറോട്ട, സോസ് കൊണ്ട് അച്ചാറുണ്ട്. ഇതെനിക്ക് രണ്ടും വേണം, ഇത് വെറുതെ കഴിക്കാനൊന്നുമല്ല. എങ്ങനെയുണ്ട് കാട്? ഇത് വിൽസൺ പോയിൻ്റാണ് കേട്ടോ, ഇവിടേക്ക് വന്നിരിക്കുകയാണ്. മല വിൽസൺ പോയിൻ്റ്. ഇതൊക്കെ ഓരോ പോയിന്റുകളാണ്. Have you heard about that? Acha. Some date is important. 1st Jan 2025. This coming first. Very important for the Islandsis people. You are staying where? I'm staying in this Evershine For 1 month. for 1 month. നോക്കി ഇങ്ങനെ ഉള്ള വ്യൂ ഒക്കെ കാണാം. Yes, Panvel I generally visit to Matheran and all. Echo Point. Good hotel, the Regal Hotel and all. നോക്കി എല്ലാ വ്യൂ നോക്കുക, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു മാസത്തേക്ക് വന്നിരിക്കുക അത് ശരി. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നിരിക്കുക. ഞങ്ങളങ്ങനെ എലിഫൻറ്റ് പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പറേ മൊത്തം മല കാണാം. ഇതാണോ? ഇത്രയേ ഉള്ളൂ എലിഫൻറ്റിൻ്റെ? ഇത് കണ്ടോ, ഇത് എലിഫൻറ്റ് പോയിന്റിലേക്ക് പോണേക്കാളും മുന്നേ എന്താ പറയേണ്ടത്? എലിഫൻറ്റ് നോസ് പോയിന്റിലേക്ക് പോകാൻ പോവാണ്. അതിൽ മുന്നായിട്ടുള്ള വഴി. ആളുകളൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സെൽഫി എടുക്കലാണ് എല്ലാവർക്കും തൊഴിൽ. എൻ്റെ കണ്ട് ഇത്രയും താഴ്ച എൻ്റെ അടിയിലേക്ക് നോക്കാൻ തന്നെ പേടിയാവും. ഇതാരും ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് കുന്തമുങ്ങി നിൽക്കുന്നുണ്ട്. ശരി, പോവാ എന്നാട്. ചെരുപ്പുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ട്. ലെമൺ, കോഫി, സോഡ
ഈ കടകളൊക്കെ നിരത്തി പിടിച്ച് എലിഫൻ്റ് പോയിന്റിലേക്കുള്ള യാത്രയാണ്. ഒരിങ്ങനെ ചെമ്മൺ പാത, കല്ല് വെച്ചിട്ടുള്ള പാത. കാടാണ്, കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര. എലിഫൻ്റ് ട്രാങ്ക്. ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ്. ട്രീസിന്റെ റൂട്ട് സോയിൽ ഇറോഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പറയുന്നതിന്റെ ഉദാഹരണം. അല്ലെങ്കിൽ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയിരുന്നു. ഞങ്ങൾ മാത്രമുള്ള കിളികളും ചീവീടും ക്രിക്കറ്റ്. കാട്ടിൽ കൂടെ ഒരു നടത്തം. അവസാനം ഇവിടെ എത്തി. പക്ഷേ ഇനിയും എലിഫൻ്റ് ട്രാങ്കിൻ്റെ അവിടേക്ക് കുറച്ചുകൂടി നടക്കാണ്ട്. ഇത് വേറെ അതിന് തൊട്ട് മുന്നുള്ള പോയിന്റ്. പോയിന്റ്. അവിടെ വരെ പോണം കുറേ. ആ അതാ കാണാനില്ലേ, അതാണ് കേട്ടോ എലിഫൻ്റ് നോസ്. അറ്റത്ത് കാണുക. പോവാൻ നമുക്ക് എന്തായാലും. പിന്നെ ചലോ ലാസ്റ്റിൽ എലിഫൻ്റ് നോസിൻ്റെ അവിടേക്ക് ഇനി കുറച്ച് ദൂരമുള്ളൂ. എന്ത് രസമാടി ഈ മരം. ഒരു ഫോട്ടോ എടുക്കുക എൻ്റെ. ഒരു മിനിറ്റ് ഞാനതൊന്ന് എടുക്കട്ടെ. ഒരു റിവർ പോണോ പിടിച്ചോ, ചെറിയ റിവർ ഇങ്ങനെ ഒലിച്ചൊലിച്ചതിൻ്റെ സൈഡിൽ ചെറിയ കൃഷി. റിവറാണോ? മേളിൽ നിന്ന് ഒലിച്ച് തന്നെ. ഇത് കണ്ടോ. താഴെ വില്ലേജ് കണ്ടോ. അത് വരെ എത്തണം. നാട് പറ്റുമോ? ശരി പോവാം. ചലോ 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 ചലോ. കല്ലുകൾ. ഞാൻ അവിടേക്ക് എത്താൻ ഇത്രയും കൂടിയും കയറണം. അതിൽ മുന്നേ ഈ കാഴ്ചയൊന്ന് കാണും. ദൈവമേ എന്താ രസം. എവിടെ എങ്ങനെയുണ്ട്? സൂപ്പർ വ്യൂ. ലാസ്റ്റ് എലിഫൻ്റ് നോസിലേക്ക് എത്തി മക്കളെ. വന്നിട്ടുണ്ട് ഒരാട്. ഈ ഉറപ്പ് എലിഫൻ്റ് ഹെഡ് വേണ്ട. എലിഫൻ്റ് ഹെഡൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പിടിച്ചു തരാം. അമ്മ അധികം പോണ്ട. എനിക്കാണെങ്കിൽ ഹൈറ്റ് ഭയങ്കര പേടിയാണ്. കണ്ടോ കുട്ടികളെ? ഇത് കണ്ടോ, ഇതാണ് വന്ന വഴി. അവിടെ നിന്ന് അത്രയും ദൂരം വന്നു. കുറച്ച് കിതച്ചു, എന്നാലും തോറ്റെടുക്കാൻ സമ്മതിക്കില്ലേ.
സൂപ്പറായിട്ട്. ആ വന്ന വഴി കാണുമ്പോഴാണ് ഇത് ഇവിടെ ഇറങ്ങണ്ടേ. कितने? 50 ला प्लेट है, ज़्यादा खट्टा नहीं है। लाडी काकड़ी कैसा है? अच्छा है। अजी चाय बना रहे है ना, चाय स्ट्रॉन्ग बनाओ, अदरक डालो अजी. ആ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഡാഡ ഇരുന്ന് ചായ വന്നു, ചൂട് ചായ കുടിക്കാം. അജ്ജി ചായ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ താലാവിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഹോൾസുകൾ ഇവിടെ ചുറ്റും നിൽക്കുകയാണ്. ബോട്ടിങ്ങിന് പോകണില്ല, പണ്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ പോകുന്നില്ല. നിറച്ച് ഹോഴ്സ്, അതിൻ്റെ പുറത്ത് ഞാൻ കയറുന്നില്ല, എനിക്ക് ചെയ്യാം. ബോട്ടിങ്ങൊക്കെ ചെയ്യിക്കുന്നുണ്ട്. ഹോഴ്സുകൾ ഇവിടെ നിരന്ന് നിൽക്കുകയാണ്. ഇവിടെ ഐസ്ക്രീം ഷോപ്പുകൾ. दुकान वाला बधिक से माल लेता, भड़वा फ्री में मांग रहा था. उसको मैंने बोला भाई जो भाव मांगा था मैं उसको बोला ये भाव तो मेरे से. അങ്ങനെ ലേക്കിൻ്റെ അടുത്തെത്തി. ബോട്ടിങ്ങിനുള്ള ആൾക്കാരുകളൊക്കെ ഇങ്ങനെ കുറേശ്ശെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഡാഡ അവിടെ പോയി ഇരിപ്പായി. ഞാനും ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ലേക്കൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ പോവാണ്. അപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾ ലേക്ക് വ്യൂ ഒക്കെ കണ്ട് MTDCയുടെ സോണാലി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്ഭവൻ സോണാലി റെസ്റ്റോറൻറ്റ്. ഡാഡ് ഇരുന്ന് കഴിഞ്ഞു, ഞാനും പോയി ഇരിക്കട്ടെ. बड़ा बोट तंडा चाहिए. हाँ हाँ तंडा. വെജ് ഫ്രൈഡ് റൈസ്. ഡാഡിന് താലിയാണ്. എന്തൊക്കെയുണ്ട് ഡാഡ്? ദാലുണ്ട്, സബ്ജി രണ്ടെണ്ണമുണ്ട്, സ്വീറ്റ് ഉണ്ട്, ദഹി ഉണ്ട്. എനിക്ക് വെജ് ഫ്രൈഡ് റൈസ്. അതിനൊരു കുന്തു സോസൊന്നും ഇല്ലേ? കഴിച്ച് നോക്കാം. കുഴപ്പമില്ല, സോസ് എവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി പഞ്ചഗണിയിലേക്ക് പോവാണ് കേട്ടോ. അതിൽ പിന്നെ വണ്ടി നിർത്തിയത് അവിടെ ആത്മാവിന് പുക കൊടുക്കുകയാണ് ഒരാൾ. പഞ്ചഗണിയിൽ പോയിട്ട് കുറച്ച് മാപ്രോൻ്റെ സാധനങ്ങൾ വാങ്ങിക്കണം. ജ്യൂസ് പീസ്, ചിക്കു പിക്കു, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. അപ്പോൾ ആത്മാവിന് പുക കണ്ട, ആത്മാവിന് പുക കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇടയിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. സ്ത്രീകൾ കൂടി നിന്നിട്ടുള്ള കൂട്ടം കൂടൽ. പിന്നെ ഒരു സെറ്റർ ഇട്ടുണ്ട്, അതായത് പുറത്തിരി തണുപ്പുണ്ട്. ആത്മാവിൻ്റെ പുക എന്ത്. ഇപ്പോൾ മാപ്രോൻ്റെ ഇതിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജാമ്, ഇത് മിക്സഡ് ഫ്രൂട്ടിൻ്റെ എടുത്തു, പിന്നെ മാംഗോൻ്റെ എടുത്തു, പിന്നെ കോക്കനട്ട് ഫ്ലേവർ എടുത്തു. ഇനി വണ്ടി ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഷോപ്പ്.
एड़ा क्या है? मिक्स वेजिटेबल और रोटी, मिक्स वेजिटेबल रोटी रात को। कैसा है? अच्छा है, खाओ। और बहुत अच्छा है। गरम है ना? ये क्या है? दाल तड़का കൊണ്ടുവരുന്നു നോക്ക്. दाल तड़का हाँ हाँ स्टीम റൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഒരു ദിവസം നിന്നു. ഒരു വ്യൂ കണ്ടപ്പോൾ അവിടെ നിർത്തിയത്. ഡാഡ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്, എന്തിനാണെന്നറിയില്ല. നല്ല നേരം വെളുത്ത് കുറച്ച് സമയമായിട്ടുള്ളൂ. 7:30 ആരുമില്ല, റോട്ടിലൊന്നും ആരുമില്ല. അവിടെ ഒരു സ്കൂളുണ്ട്, എന്താ വില്ലി മോറിയ ഹൈസ്കൂൾ. ഇത് പഞ്ചഗണി ഇറങ്ങി വന്നിട്ടുള്ള സ്ഥലമാട്ടോ. ശരി, അപ്പോൾ അതേ യാത്ര തുടരാം. വീണ്ടും നല്ലൊരു വ്യൂ കാണുകയാണ്. അപ്പോൾ അവിടെ നിർത്തി. വേണ്ട മലഞ്ചെരിവ്, താഴെ വില്ലേജാണ്. തിരിച്ചു പോണ സമയമാണ് കേട്ടോ. ഇത് അയ്യോ ഇത് ടേബിൾ ടോപ്പാണ് കേട്ടോ. അതിങ്ങനെ ഇത് മല ചെത്തിയെടുത്ത പോലെയുണ്ട്. ഇതെന്താ ടേബിൾ ടോപ്പ് ഹിൽ. ക്ലിയർ ആവണില്ല. അപ്പോൾ ഞങ്ങൾ മല ഇറങ്ങുകയാണ്. പതുക്കെ ഇറങ്ങി തുടങ്ങി. ഇറക്കാണ്, അത് കാരണം വലിയ കുഴപ്പമില്ല. ഒരു ബസ് മുന്നിൽ കുറച്ച് നേരമായി കളിക്കും. അപ്പോൾ മഹാബലേശ്വറിൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി റെനീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു അഗൈൻ.